എന്തുകൊണ്ട് സെയിൽസിലോ അങ്ങനെ എനിക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടിയെന്ന് ചോദിച്ചാൽ സെയിൽസിന്റെ സക്സസിന് കൺസിസ്റ്റൻസി ഉണ്ടാവണമെന്ന് സാർ നേരത്തെ പറഞ്ഞല്ലോ, എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? കൺസിസ്റ്റൻസി വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ഘടകമാണ് സെയിൽസിന്റെ പ്രോസസ്സ് വിജയിക്കണമെന്നുണ്ടെങ്കിൽ. കൺസിസ്റ്റൻസി എന്ന് വെച്ചാൽ ചില ഉദാഹരണത്തിന് പറയാം, നമ്മൾ ചില സ്ഥാപനങ്ങൾക്കൊക്കെ ട്രെയിനിങ് എല്ലാം കൊടുത്ത് അല്ലെങ്കിൽ എംപ്ലോയേഴ്സിന് ലീഡർഷിപ്പ് ട്രെയിനിങ് എല്ലാം കൊടുത്തു കഴിയുമ്പോൾ ആദ്യം ഒരു വളരെ അങ്ങ് ബൂസ്റ്റഡ് ആവും. ഒരു ആരംഭ ശൂരത്വത്തില് അവരെല്ലാം ചെയ്യാമെന്ന് സമ്മതിക്കുകയും അല്ലെങ്കിൽ ഒരു 1-2 ആഴ്ചയൊക്കെ ചെയ്യുകയും ചെയ്യും. പക്ഷെ ഇത് ഇടയ്ക്ക് വെച്ച് മുറിഞ്ഞു പോകും. അത് എന്തുകൊണ്ട് സംഭവിക്കുന്നത് വെച്ചാൽ ഈ പലപ്പോഴും എംപ്ലോയേഴ്സ് തന്നെ ആയിരിക്കും ഡയറക്ട്ലി ഈ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പൊ അദ്ദേഹത്തെ സംബന്ധിച്ച് ഒരുപാട് മറ്റു ജോലികളുണ്ടാവും. അപ്പൊ അങ്ങോട്ട് പോകുന്ന സമയത്ത് ഇത് മുടങ്ങി. അപ്പൊ ഇത് മുടങ്ങി കഴിഞ്ഞാൽ അവർക്ക് ഇന്ററപ്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ റീഗെയിൻ ചെയ്യാൻ വലിയ പ്രയാസമാണ്. അതുകൊണ്ട് ഒരു ടീം ബിൽഡിംഗ് വളരെ അത്യാവശ്യമാണ്. സെയിൽസ് സക്സസ് ആവണമെങ്കിൽ ഒരു ടീം വേണം. ആ ടീം കൺസിസ്റ്റന്റ് ആയിട്ട് ഈ പ്രോസസ്സിലൂടെ കടന്നു പോകണം. ഉദാഹരണത്തിന് പല ഓർഗനൈസേഷനുകളിലും ദിവസമുള്ള ട്രെയിനിങ്ങുകളില്ല. അവരെയായിരിക്കും എന്തിനാണ് ഇങ്ങനെ ദിവസവും ട്രെയിനിങ് കൊടുക്കുന്നത്. എന്നാൽ എന്റെ റിസർച്ചിലും വലിയ സെയിൽസ് ട്രെയിനേഴ്സിന്റെ ഒക്കെ റിസർച്ചിലും കാണുന്നത് റെഗുലർ ട്രെയിനിങ് കൊടുക്കുന്ന കമ്പനികളെ സംബന്ധിച്ച് സക്സസ് വളരെ ഹൈ ആണ്. ഡെയിലി, അതായത് ഡെയിലി 9:30 to 10 o'clock ഒരു ഹാഫ് ആൻ അവർ മതി. അവരെ വിളിച്ചു കൂട്ടി അവർക്ക് പ്രൊഡക്റ്റിനെ കുറിച്ചും അവരുടെ ഒരു കൗൺസിലിംഗ് രീതിയിൽ അവർക്ക് ട്രെയിനിങ് ഏർപ്പെടുത്തിയിട്ടുള്ള കമ്പനികളുടെ സക്സസ് റേറ്റ് വളരെ ഹൈ ആണ്. അപ്പം അത് ആളുകൾ ഇതുകൊണ്ട് എന്താ നേടുന്നത്? 1/2 മണിക്കൂർ നഷ്ടമില്ലെന്ന് വിചാരിക്കും. ഒരിക്കലും അല്ല. കാരണം അവര് പോളിഷ് ചെയ്യപ്പെടുകയാണ്. അപ്പൊ ഈ കൺസിസ്റ്റൻസി ട്രെയിനിങ്ങില് കൺസിസ്റ്റൻസി വേണം. അതുപോലെ പോളിസിയിൽ കമ്പനിക്ക് ഒരു പോളിസി ഉണ്ടാവണം. ഈ പോളിസിയിൽ ഒരു സ്ഥിരത ഉണ്ടാവണം. ഈ ഫ്ലെക്സിബിലിറ്റി ടു മച്ച് അതായത് ലൂസിഡ് ആയിട്ടുള്ള ഒരുപാട് അങ്ങ് അയഞ്ഞ ഒരു രീതി ഒരിക്കലും സക്സസ്ഫുൾ ആകത്തില്ല. അപ്പൊ കമ്പനിക്ക് ഒരു പോളിസി ഉണ്ടാവണം. അതിന്റെ പേയ്മെന്റിന്റെ കാര്യത്തിലാണെങ്കിലും പ്രൈസിന്റെ കാര്യത്തിലാണെങ്കിലും അപ്രോച്ചിന്റെ കാര്യത്തിലാണെങ്കിലും ഒരു പോളിസി ഉണ്ടാവണം. ഉദാഹരണത്തിന് പോളിസി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വർക്കിംഗ് അവേഴ്സ് നമുക്ക് തോന്നും ആദ്യമൊക്കെ നമുക്ക് രാത്രി 12 വരെ വർക്ക് ചെയ്യാവുന്നത്. അത് നമ്മുടെ വർക്ക് ലൈഫ് ബാലൻസിനെ ബാധിക്കും. എംപ്ലോയീസിന്റെ വർക്ക് ലൈഫ് ബാലൻസിനെ ബാധിക്കും. അപ്പൊ എന്താ നിങ്ങൾക്കൊരു പോളിസി ഉണ്ടാവണം. 8 മണി വരെ ജോലിയുള്ളൂ. 8 മണി വരെ കോൾസ്. ഓക്കെ, 8 മണി കഴിഞ്ഞുള്ള നിങ്ങൾ റിസീവ് ചെയ്തില്ല എന്ന് തന്നെ വെച്ചോളൂ. അങ്ങനെ ആകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊരു പോളിസി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കസ്റ്റമറും ആ രീതിയിലേക്ക് ഗ്രാജുവലി വന്നു. പോളിസി ഉണ്ടാവണം എന്നുള്ള ഒരു കൺസിസ്റ്റൻസി, പിന്നെ അതുപോലെ ട്രെയിനിങ്ങിനുള്ള കൺസിസ്റ്റൻസി, സെയിൽസ് പ്രോസസ്സ് കൃത്യമായിട്ട് ഫോളോ ചെയ്തത് കൺസിസ്റ്റന്റ് ആയിട്ട് ഫോളോ ചെയ്യണം. അതുപോലെ മോണിറ്ററിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഈവനിംഗ് റിപ്പോർട്ട്, ഡെയിലി റിപ്പോർട്ട്, ഈവനിംഗ് റിപ്പോർട്ട് എന്നൊക്കെ പറയുന്നത് ഒരു ദിവസം പോലും ഇന്ററപ്റ്റ് ആവാൻ അനുവദിക്കും. അതുപോലെ ഈ ലോഗിംഗ് സിസ്റ്റം, അതായത് ഒരു സെയിൽസ് പേഴ്സൺ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഇൻബോൺ സെയിൽസ് പേഴ്സൺ ആണ്, ടെലികോളിംഗ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് വെച്ചോളൂ. അയാൾ രാവിലെ 9 മണിക്ക് വന്ന് 5:30 ഇറങ്ങുന്നിടം വരെ അയാൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നു എന്നുള്ളത് ലോഗ് ചെയ്യണം. ഇത് ആദ്യമൊക്കെ ചെയ്യും. ഇതിന്റെ ഉദാഹരണം ഞാൻ പറയാം. പിന്നെ ഇടയ്ക്ക് ബ്രേക്ക് ആയി പോകും. ഇതിന്റെ റിസർച്ച് ഞാൻ പറയാം. അതായത് നമ്മൾ യഥാർത്ഥത്തിൽ എത്ര മണിക്കൂർ വർക്ക് ചെയ്യുന്നുണ്ടെന്നാണ് ലിജ കരുതുന്നത്? ഒരു ദിവസം എത്ര മണിക്കൂർ വർക്ക് ചെയ്യുന്നുണ്ട് ആവറേജ് ആളുകൾ? 8 hours എന്നാണ് നമ്മൾ ഇൻ പ്രിൻസിപ്പിൾ വിശ്വസിച്ചിരിക്കുന്നത്. എന്നാൽ സാധാരണ ആളുകൾ 3.5 മുതൽ 4 മണിക്കൂറേ വർക്ക് ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ള സമയം മുഴുവൻ നമ്മൾ ഇതിന്റെ അക്കൗണ്ടിൽ അങ്ങ് എഴുതി വിടുകയാണ്. അതെങ്ങനെ പരിശോധിക്കാന്ന് ചോദിച്ചാൽ ഞാൻ വ്യക്തിപരമായിട്ട് ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. നിങ്ങൾ ഓഫീസിൽ വരുമ്പോൾ 9 മണിക്ക് വന്നാൽ 9 മണിക്ക് ഒരു പേപ്പർ എടുക്കുക. നിങ്ങളുടെ ലോഗ് 9 മണി മുതൽ നിങ്ങൾ ഓരോ മിനിറ്റിലും ചെയ്യുന്ന കാര്യം എന്താണെന്ന് കൃത്യമായിട്ട് ആ മിനിറ്റിന് മാത്രമേ എഴുതാവൂ. അതായത് 9 മണിക്ക് വന്നു, ഇമെയിൽ ചെക്ക് ചെയ്യുകയാണ്. 9 മുതൽ 9:05 വരെ ചെക്ക് ചെയ്താൽ ചെക്കിംഗ് ഇമെയിൽ എന്ന് റൈറ്റ് സൈഡിൽ എഴുതുക. എന്നിട്ട് അപ്പോൾ ഒരു പേപ്പർ വായിക്കാൻ പോയാൽ അത് എഴുതുക. സത്യസന്ധമായിട്ട് ന്യൂസ് പേപ്പർ വായിച്ചിട്ടുണ്ടെങ്കിൽ 9:05 മുതൽ 9:20 വരെ ഞാൻ ന്യൂസ് പേപ്പർ വായിച്ച് എഴുതിയിടുക. അങ്ങനെ നിങ്ങൾ ആദ്യത്തെ ദിവസം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 3.5 മണിക്കൂർ മുതൽ 4 മണിക്കൂർ വരെയൊക്കെയുള്ള വർക്കിംഗ് അവേഴ്സേ കിട്ടത്തുള്ളൂ. എന്റെ ഡേ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയില്ല. പക്ഷെ ഇത് നിങ്ങൾ 21 ഡേയ്സ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 7 to 8 hours വരെ നിങ്ങളുടെ റിയൽ വർക്ക് വരും. അപ്പൊ നോക്കിക്കോളൂ, നിങ്ങൾ റിസൾട്ട് ഇപ്പോൾ ഉള്ളതിന്റെ 10 മടങ്ങായിരിക്കും. അപ്പം കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ സെൽഫ് മോണിറ്ററിംഗ് ചെയ്യണം. അതുപോലെ തന്നെ ഓരോ സൂപ്പർവൈസറും കൺസിസ്റ്റന്റ് ആയിട്ട് അവരുടെ സ്റ്റാഫിനെ മോണിറ്റർ ചെയ്യണം. ഓരോ എംപ്ലോയറും കൺസിസ്റ്റന്റ് ആയിട്ട് അവരുടെ എൻ്റയർ സിസ്റ്റത്തെ മോണിറ്റർ ചെയ്യണം. അവർക്ക് എംപ്ലോയർക്ക് നേരിട്ട് മോണിറ്റർ ചെയ്യാനുള്ള സൗകര്യം ഇല്ലെങ്കിൽ അതിനുവേണ്ടി ഒരാളെ നിയോഗിക്കുക തന്നെ വേണം. നമ്മുടെ ആയിരിക്കും ഇനിഷ്യലി ഇവരുടെ പുറത്തൊക്കെ മുടക്കുന്ന ഫണ്ടുകളൊക്കെ നഷ്ടമാണല്ലോ എന്ന് വിചാരിക്കും. അല്ല, ലോങ് റണ്ണിൽ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനൊരു ടീം ഉള്ളതാണ്, മോണിറ്റർ ചെയ്യുന്ന ടീമുള്ള ഓർഗനൈസേഷനുകളാണ് സക്സസ്ഫുൾ ആവുന്നത്. അവർ മാത്രമേ സസ്റ്റൈനബിലിറ്റി ഉണ്ടാകത്തുള്ളൂ. ഇല്ലെങ്കിൽ വന്നു പോകും. ഇപ്പം എന്തുകൊണ്ടാണ് നമ്മൾ ആദ്യം തന്നെ ലിജ തന്നെ പറഞ്ഞു, ഇന്ന് സ്റ്റാർട്ടപ്പ് കമ്പനികൾ 1% താഴെയാണ് സക്സസ്ഫുൾ ആവുന്നതിന്റെ കാരണം അവർക്ക് സിസ്റ്റം ഇല്ല, പ്രോസസ് ഇല്ല, ടീമില്ല. ആകെ ഉള്ളത് ഒരു ലാപ്ടോപ്പും കുറെ സ്വപ്നങ്ങളും. എംപ്ലോയീസും ഇല്ല, ഒരു ലാപ്ടോപ്പും കുറെ സ്വപ്നങ്ങളും. 3500-4000 രൂപയ്ക്ക് കോർ സ്റ്റേഷൻ കിട്ടുന്ന എടുത്ത് വന്ന്
വലിയ വലിയ അംബാനിയെ പോലുള്ള ആളുകളെ കുറിച്ചുള്ള സ്വപ്നങ്ങളൊക്കെ ആയിട്ട് വന്ന് ഒരു സീറ്റ് എടുക്കും. എന്നിട്ട് ഇതൊന്നും ഇല്ലാതെ വർക്ക് സ്റ്റാർട്ട് ചെയ്യും. അടുത്ത 40 ദിവസം 30 ദിവസം കഴിഞ്ഞ് എങ്ങനെയെങ്കിലും ആദ്യത്തെ റെന്റ് പവർ സ്റ്റേഷന്റെ റെന്റ് കൊടുക്കും. അടുത്ത ദിവസം റെന്റ് കൊടുക്കാൻ പറ്റില്ല. പിന്നെ അവർ പല കഥകളും പറയും. യഥാർത്ഥത്തിൽ അവിടെ സംഭവിക്കുന്നത് സിസ്റ്റം ഇല്ല, പ്രോസസ് ഇല്ല, അത് മോണിറ്റർ ചെയ്യാനുള്ള സംവിധാനങ്ങളില്ല. അതുകൊണ്ടാണ്. അപ്പൊ ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് അപ്രോച്ച് ഇതിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സെയിൽസിൽ സക്സസ് ഉണ്ടാക്കിയെടുക്കാം. സെയിൽസ് പ്രോസസ്സിനെ പറ്റി സാർ കുറച്ച് മുമ്പ് സൂചിപ്പിച്ചായിരുന്നല്ലോ, അതിനെ പറ്റി ഒന്ന് വിശദീകരിക്കാമോ? വളരെ കാര്യമാത്രമായ ചോദ്യമാണത്. അതായത് സെയിൽസ് പ്രോസസ്, ഒരു സെയിൽസ് എന്ന പ്രോസസ്സ് കംപ്ലീറ്റ് ആവണമെങ്കിൽ അതിന് 7 സ്റ്റേജസിലൂടെ കടന്നു പോകണം. അതിന് ഒരു ട്രിഗർ ഓർക്കാം. PP, AP, FC എന്ന് പ്ലാൻ ചെയ്യാം. അതായത് പ്രോസ്പെക്ടിങ്, ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രോസ്പെക്ടിങ് ആണ്. പ്രോസ്പെക്ടിങ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഒരു പ്രൊഡക്റ്റ് ഇത് വാങ്ങാൻ പറ്റിയ ആളാണോ നമ്മൾ അവതരിപ്പിക്കുന്നത്, വാങ്ങാൻ പറ്റിയ ആളാണോ, അയാൾക്ക് അതിനുള്ള ഫിനാൻഷ്യൽ കപ്പാസിറ്റി ഉണ്ടോ, അയാൾക്ക് അതിന്റെ നീഡുണ്ടോ, അയാൾ അത് വാങ്ങാൻ തക്കവണ്ണം അയാൾക്ക് സാമ്പത്തിക ഭദ്രത മാത്രമല്ല, അയാൾക്ക് ഇപ്പോൾ അതിന്റെ ഈ ടൈമിൽ അതിന്റെ ആവശ്യമുണ്ടോ. അങ്ങനെ പ്രോസ്പെക്ടിങ് കൃത്യമായിട്ട് ചെയ്യുക. ഇതില് സെയിൽസിൽ പരാജയപ്പെടുന്നതിന്റെ ഒരു പ്രധാന സംഗതി എന്ന് പറഞ്ഞാൽ ഈ പ്രോസ്പെക്ടിങ് കൃത്യമായി ചെയ്യുന്നില്ല. എന്തുകൊണ്ട് സംഭവിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ ഈ കസ്റ്റമറെ കുറിച്ച് ശരിയായ റിസർച്ച് നമ്മൾ നടത്തുന്നില്ല. മനസ്സിലായോ? അതായത് ഈ അടുത്തിടയ്ക്ക് 1-2 അനുഭവം ഉണ്ടായിട്ടുണ്ട്. 1-2 പെൺകുട്ടികളുടെ വോയിസിലാണ് വരുന്നത്. വോയിസ് വരുന്നത്. അതായത് 7 സ്ഥാപനങ്ങളുള്ള എനിക്കിപ്പോ ഓൾറെഡി 55 വയസ്സാവിക്കും. അപ്പൊ ഇത്രയും സ്ഥാപനങ്ങളുള്ള, ഇത്രയും എംപ്ലോയീസ് ഉള്ള, ഇത്രയും വർഷത്തെ ഈ പ്രായമുള്ള ഒരു പെൺകുട്ടി എന്നോട് വന്ന് വിളിച്ചു ചോദിക്കുകയാണ്, സാറിന് ജോലി വേണോ? അപ്പൊ എത്ര ഫണ്ടി ആയിട്ടാണ് ചോദിക്കുന്നത്, സാറിന് ജോബ് വേണോ? അപ്പൊ ഞാൻ എന്ത് ജോലി തരും? അത് 1 മണിക്കൂർ വർക്ക് ചെയ്താൽ മതി, എക്സ്ട്രാ സാലറി കിട്ടും. അപ്പൊ ഇത് ഒരു പ്രാവശ്യമല്ല, പലതവണ ഇങ്ങനെയുള്ള കോൾസ് വരുന്നുണ്ട്. അതായത് ഹയർ ചെയ്യുന്ന ടീമുകൾ അവരാരെ വിളിക്കുന്നോ എന്തിനു വിളിക്കുന്നോ ഒന്നും അറിയില്ല. പ്രോസ്പെക്ടിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ ഈ കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായി. അതായത് ഒരു എംപ്ലോയറെ സംബന്ധിച്ച്, അതും ഈ ഒരുപാട് സ്ഥാപനങ്ങളൊക്കെ നടത്തുന്ന എംപ്ലോയീസിനെ സംബന്ധിച്ച് വളരെ ബിസി ആയിരിക്കും. അപ്പൊ ഈ അടുത്തിടയ്ക്ക് എനിക്കൊരു കോൾ വന്നു, പിന്നെ ഞാൻ ഇന്ന ഓവർസീസ് സ്റ്റഡീസിൽ നിന്നാണ് വിളിക്കുന്നത്. അപ്പം നമുക്ക് ക്ലോവേഴ്സ് ഓവർസീസ് സ്റ്റഡീസ് ഉണ്ട്. അപ്പൊ ഈ ക്ലോവേഴ്സ് ഓവർസീസ് സ്റ്റഡീസ് പ്രൈവറ്റ് ലിമിറ്റഡുമായിട്ട് ഒരു അസോസിയേഷൻ വേണ്ടിയിട്ടാണ് ഇയാൾ ശ്രമിക്കുന്നത്. അപ്പൊ ഇയാള് വിളിച്ച ഉടനെ എന്നോട് ചോദിക്കുകയാണ്, നിങ്ങൾ പിന്നെ ഇന്ന കൺട്രിയുമായിട്ട് കണക്ഷൻ ഉണ്ടോ? അപ്പൊ ആരോട് സംസാരിക്കുന്നു? ഞാൻ വ്യക്തിയല്ല പറയുന്നത്. കാരണം ഇതൊക്കെ ഹാൻഡിൽ ചെയ്യാൻ നമുക്ക് സ്ഥാപനത്തിൽ മറ്റാളുകളുണ്ട്. അപ്പൊ അവരെ കണക്ട് ചെയ്യുന്നതിന് പകരം ഇയാൾ യഥാർത്ഥത്തിൽ വിളിച്ച് എന്നോട്, വഴിയിൽ നിൽക്കുന്ന എന്നോട് ചോദിക്കുകയാണ്. അതായത് തട്ടുകടയിൽ മുമ്പിൽ നിൽക്കുന്ന എന്നോടായിരിക്കും ചിലപ്പം ഇയാൾ ചോദിക്കുന്നത്, പിന്നെ നിങ്ങൾ ന്യൂസിലൻഡുമായിട്ട് കണക്ഷൻ ഉണ്ടോ, അല്ലെങ്കിൽ ഇന്ന യൂണിവേഴ്സിറ്റിയാണ് കണക്ഷൻ ഉണ്ടോ എന്ന് എനിക്ക് ഇത്ര പറയാൻ പറ്റില്ല. അപ്പൊ ഞാൻ പറഞ്ഞിട്ട് ഒരു കാര്യം, കൃത്യമായ പ്രോസ്പെക്ടിങ് വളരെ അത്യാവശ്യമാണ്. സെയിൽസിൽ പിഴച്ചു പോകുന്നതിന്റെ, സെയിൽസ് പാളിപ്പോകുന്നതിന്റെ ഏറ്റവും വലിയ കാരണം, അത് ഉദാഹരണത്തിന് ഇപ്പം സെൽഫ് എസ്റ്റീം ഒക്കെ വളരെ ഹൈ ആയിരിക്കുന്ന ആൾക്കാരോട് നമ്മളൊരു റിസർച്ച് നടത്താൻ അവരെ കയറി വിളിച്ചു കഴിഞ്ഞാൽ അവരപ്പം തന്നെ ആ പ്രൊഡക്റ്റ് പിന്നെ വേണ്ടാന്ന് തന്നെ വെച്ചു. അപ്പൊ അത് ഫലത്തിനേക്കാൾ കൂടുതൽ നമ്മുടെ ടെലിഫോൺ ചാർജും നമ്മുടെ സമയവും മുടക്കി ആ പ്രൊഡക്റ്റിനെ നമ്മൾ വിൽക്കുന്നതിന് പകരം പെർമനന്റ് ആയിട്ട് വിൽക്കാതിരിക്കാനാണ് ശ്രമിക്കുന്നത്. ഈ പ്രോസ്പെക്ടിങ് വളരെ ഇമ്പോർട്ടന്റ്. ഒന്നാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ പ്രോസ്പെക്ടിങ് ആണ്. ഈ പ്രോസ്പെക്ടിങ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട സംഗതിയാണ്. കസ്റ്റമറുടെ നീഡ് അറിയണം, അയാളുടെ ബഡ്ജറ്റ് കൺസ്ട്രെയിൻസിൽ ഉണ്ടോ എന്ന് അറിയണം, അയാൾക്ക് ഇപ്പൊ ഈ പ്രോഡക്റ്റിന്റെ ആവശ്യം ഉണ്ടോ എന്ന് അറിയണം, അയാൾക്ക് ഏത് പ്രോബ്ലം ഈ പ്രൊഡക്റ്റോട് പരിഹരിക്കുമെന്ന് അറിയണം, അയാൾക്ക് സോഷ്യലായിട്ട് എന്ത് റെസ്പെക്ട് കിട്ടുമെന്ന് അറിയണം ഈ പ്രൊഡക്റ്റ് വാങ്ങുന്നതുകൊണ്ട്. മനസ്സിലായോ? അയാളുടെ ജോഗ്രാഫിക്കൽ ഏരിയയിൽ ഈ പ്രൊഡക്റ്റിന്റെ ആവശ്യം ഉണ്ടോ എന്ന് നോക്കണം. അയാളുടെ ഡെമോഗ്രഫി കംപ്ലീറ്റ്ലി പഠിക്കണം. എന്നാൽ മാത്രമേ അയാൾക്ക് ഈ പ്രൊഡക്റ്റ് വിൽക്കാൻ നമ്മൾ ശ്രമിക്കാവൂ. ഇല്ലാത്തപ്പോൾ നമ്മുടെ ശ്രമം പാളിപ്പോന്ന് മാത്രമല്ല, അയാൾ ഈ പ്രൊഡക്റ്റിനെ ഹെയ്റ്റ് ചെയ്യും. അയാൾക്കൊരു റോങ് അസംഷനാണ്, അല്ലെങ്കിൽ അയാൾക്ക് നമ്മുടെ കമ്പനിയെ കുറിച്ച്, നമ്മുടെ സ്ഥാപനത്തെ കുറിച്ച് തെറ്റായ ഒരു പിക്ചറാണ് അവർക്ക് കൊടുക്കുന്നത്. അപ്പോൾ എന്ത് പറ്റും? 60% അൺകോൺഷ്യസ് മൈൻഡിലേക്ക് ആ പ്രൊഡക്റ്റിനെ കുറിച്ച് തെറ്റായ ധാരണ വരും. പിന്നെ അയാൾ വാങ്ങില്ല. അതായത് ഒരു സെയിൽസ് പേഴ്സൺ, ട്രെയിൻഡ് അല്ലാത്തൊരു സെയിൽസ് പേഴ്സൺ യഥാർത്ഥത്തിൽ മറ്റുള്ളവർക്ക് സെയിൽ ചെയ്യാനുള്ള അവസരം കൂടെ കളയുന്നത്. മനസ്സിലായോ? മോശമായ ഒരു ഇതുണ്ടാകും. അതായത് ഈ ഇടയ്ക്ക് ഞാൻ പേരെടുത്ത് പറയുന്നില്ല, ഒരു ഫിനാൻസ് കമ്പനി അവിടെ നിന്ന് വിളിക്കുന്ന ആളുകൾ ഒരു ഗുണ്ടകളെ പോലെയാണ് ആളുകളെ വിളിക്കുന്നത്. അത് ഈ കോവിഡിന് ശേഷം ഒരുപാട് ആളുകൾക്ക് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ട്. അതായത് ലോണുകളൊക്കെ എടുത്ത് കൃത്യമായിട്ട് തിരിച്ചടയ്ക്കാൻ കഴിയാതെ വരുന്നുണ്ട്. അത് അതിനെ കുറ്റകൃത്യം ചെയ്യുന്നവരോ കുറ്റവാളികളൊന്നും ആയിട്ടല്ല, സാമ്പത്തിക സ്ഥിതി തകർന്നുകൊണ്ടാണ്. പക്ഷെ അവരെയൊക്കെ അപ്രോച്ച് ചെയ്ത രീതി, ആ പ്രൈവറ്റ് ഫിനാൻസ് കമ്പനി അപ്രോച്ച് ചെയ്ത രീതി എന്ന് പറഞ്ഞാൽ ഒരുപാട് കസ്റ്റമേഴ്സ് അക്കൗണ്ടന്റ് സീസ് ചെയ്തത്.
ഇപ്പം അവരെ സംബന്ധിച്ച് വലിയൊരു ചലഞ്ചാണ് മാർക്കറ്റിൽ. അവരെ സംബന്ധിച്ച് കേരളത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു പ്രമുഖ കമ്പനിയാണ്. അവരെ സംബന്ധിച്ച് ഒരു വലിയ ചലഞ്ചാണ്. കസ്റ്റമർ അവരെ വിശ്വസിക്കുന്നില്ല. കാര്യം എന്താ, ഒരാൾ കൊടുക്കുന്ന ഇമേജ് ശരിയായി സെല് ചെയ്യുന്നവരെ കൂടെ ബാധിക്കുന്നുണ്ട്. അപ്പൊ പ്രോസ്പെക്ടിങ് കൃത്യമായിട്ട് ചെയ്തെങ്കിൽ മാത്രമേ ഒരാളോട് എങ്ങനെ സംസാരിക്കണം, ഏത് രീതിയിൽ അപ്രോച്ച് ചെയ്യണം, എപ്പോഴും അപ്രോച്ച് ചെയ്യണം എന്ന് മനസ്സിലാക്കുള്ളൂ. ഒന്നാമത്തെ സ്റ്റെപ്പാണ് പ്രോസ്പെക്ടിങ്.